ഹായ് എവ്രി വൺ, വെൽക്കം ടു മാപ്സ് ടെക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ആൽവിൻ ജോർജും അതേപോലെ നമ്മുടെ ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയായ സന്തോഷ് വർക്കിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എത്തിക്സിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. First of all, thank you for arranging this interview with us. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അല്ലേ? നമ്മൾ ശരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിലോസഫിയിലെ എത്തിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി ലോജിക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യം. അപ്പോൾ എത്തിക്സ് റിലേറ്റഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലൈഫിൽ എന്തിനും എത്തിക്സ് വേണമെന്ന് പറയുന്നില്ലേ? ഫിലോസഫിയുടെ ഏറ്റവും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് എത്തിക്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും ലൈഫിൽ എത്തിക്സ്, ബിസിനസ്സിലുണ്ട്, മെഡിസിനിലുണ്ട്, എല്ലാത്തിലും ഒരു എത്തിക്സ് അല്ലെ നമ്മളൊരു കറക്റ്റ് എന്താ പറയുക, മാനദണ്ഡം എന്നാണ് കറക്റ്റ് നമ്മൾ മലയാളത്തിൽ പറയുക, അതോ കോണ്ടാക്ട് എന്ന് പറയാം, ഇംഗ്ലീഷിൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായ ഒരു രീതി അല്ലേ? റിലേറ്റീവ് ആണ്. ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും, ഓരോ കൾച്ചർ അനുസരിച്ചും ഓരോ റിലീജിയൻ അനുസരിച്ചും. അത് ഒബ്ജക്റ്റീവ് അല്ല, ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എത്തിക്സ് ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. എസ്പെഷ്യലി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനത്തെ കാര്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എത്തിക്സിന് റോള് വരുന്നത്. പക്ഷേ ഈ എത്തിക്സ് ഫാമിലിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എല്ലാ ഫാമിലിയിലും ഉണ്ടാവണമില്ല. പക്ഷെ അത് ആക്ച്വലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് കൊണ്ടുവരുന്നത്, എഡ്യൂക്കേഷനിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ശരിയാക്കിയാൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. മാപ്സ്റ്റിക്കിൻ്റെ ഓഡിയൻസിനോടെ ഈ എത്തിക്സ്, ഫിലോസഫിയിൽ എത്തിക്സ് എന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു ഒറിജിനെ കുറിച്ച് എത്തിക്സിൻ്റെ മെയിൻ ആൾ സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് എത്തിക്സിൻ്റെ മെയിൻ ആൾ. എത്തിക്സ് പറയുമ്പോൾ പല രീതിയിലുണ്ട്, നോർമറ്റീവ്, ഇങ്ങനെ പല മെറ്റാ എത്തിക്സ്, ഇങ്ങനെ പല രീതിയിലുണ്ട്. മൊറാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ആൾക്കാർ ഇപ്പോൾ റൈറ്റും റോങ് നമ്മൾ വ്യത്യാസമാണ്. ഇത് കോമൺ സെൻസിക്കലായിട്ടും ഉണ്ട്, കോമൺ സെൻസ് ആൾക്കാർക്കും ഇൻ്റലക്ച്വലായിട്ടും ഉണ്ട്. മെഡിക്കൽ എത്തിക്സിൽ കുറേ ഉണ്ട്, ബയോ എത്തിക്സ്, അങ്ങനെ കുറേ ഉണ്ട്. എത്തിക്സ് ഇപ്പോൾ എത്തിക്സ് ഇല്ലാത്തതാണ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ യൂത്തിനൊന്നും എത്തിക്സിൽ സംഭവം വളരെ കുറവാണ്. എല്ലായിടത്തും വേണ്ടതാണത്, എല്ലാ ഫീൽഡിലും. അതാണ് ആദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വേണ്ടത്. ഇപ്പോൾ ഈവൻ കമ്പ്യൂട്ടർ ആണെങ്കിലും പല ടെക്നോളജി വന്നപ്പോൾ എത്തിക്സ് ഇല്ലെങ്കിൽ എല്ലാം മിസ്യൂസ് ആവും. എത്തിക്സ് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ മാത്രമല്ല, കുറച്ചുകൂടെ നമ്മളുടെ ഹാർട്ട്, മോറൽ വാല്യൂസ് അങ്ങനത്തെ കൂടിയിട്ടാണ്, ബുദ്ധി മാത്രമല്ല. മറ്റേ ഇപ്പോൾ ലോജിക്കൽ പറഞ്ഞാൽ പ്യുവർലി ബുദ്ധിയാണ്, ലോജിക്ക് അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ എല്ലാം വളരെ ഇൻ്റലക്ച്വലാണ്. പക്ഷേ എത്തിക്സ് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാർട്ട്, നമ്മുടെ ഒരു മൈൻഡ്, നമ്മുടെ നല്ലൊരു മനസ്സാണ്, ആ സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഇൻ്റലക്ച്വൽ മാത്രമല്ല. ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന അതാണ്, എല്ലായിടത്തും വേണം അത്. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ യൂത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി വേണ്ടത് മോറൽ എത്തിക്സും എല്ലാം കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്ത എത്തിക്സ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടായിരിക്കും എത്തിക്സ് എന്ന് പറയുന്നത് കുറയാനുള്ളൊരു കാരണം? അത് കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആൾക്കാർ കഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു? ഇപ്പോഴത്തെ പല ആൾക്കാരും എത്തിക്സ്റ്റലാവാണ്. ഇപ്പോൾ റിലീജിയസ് ആയി കഴിഞ്ഞാൽ കുറച്ച് എത്തിക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ്ങിലെ കാരണം പല എത്തിക്സ്റ്റാണ്. എത്തിക്സത്തിലേക്ക് പോകുമ്പോൾ ഈ വാല്യൂസ് എത്തിക്സെല്ലാം കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ പൊതുവേ ചെറുപ്പക്കാർക്ക്, യൂത്തിന് കുറവാണ്, അവരുടെ ഏജ് അങ്ങനെയാണ്. കുറച്ച് പ്രായമാകുമ്പോഴാണ് എത്തിക്സ് വരുന്നത്. ഈ എത്തിക്സിൽ വരുമ്പോൾ ആ പ്രശ്നം വരുന്നുണ്ട്. എത്തിക്സുകൾക്ക് ഫൊർഗീവ്നെസ് ഇല്ല, മൊറാലിറ്റി ഇല്ല, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. അവർ സബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണോ ശരി അതാണ് ശരി, അതല്ല ശരി. അവർക്കൊരു വെൽ ഡിഫൈൻഡ് ഒരു എന്താ പറയുക, ഒരു മൂവിയില്ല, ലാസ്റ്റ് മൂവിയിൽ പറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും, എനിക്ക് ശരിയെന്ന് തോന്നുന്നു ശരിക്കും ശരിയാവണമില്ല. പിന്നെ ഇത് ഡോക്ടർ രജിത് കുമാറായിട്ട് വരെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു ഫാമിലിയിലാണ്. എനിക്ക് അതൊരു വിയോജിപ്പാണ്. കാരണം എല്ലാ ഫാമിലിയിലും അത് ഉണ്ടാവണമില്ല, എല്ലാവർക്കും ആ ഒരു നല്ല ഫാമിലി ഉണ്ടാവണമില്ല. അപ്പോൾ എഡ്യൂക്കേഷനിലാണ്, എഡ്യൂക്കേഷൻ സ്ഥലത്താണ് കൊണ്ടുവരുന്നത്. ഇതിൽ കമ്മ്യൂണിറ്റി കൾച്ചറിന് ഒരു ഭയങ്കര പങ്കില്ലേ? ഇപ്പം നമ്മളുടെ ഇവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻ, നമ്മളെല്ലാം ഓരോ സമുദായത്തിൽ ജനിച്ച് സമുദായത്തിൻ്റെ ഒരു ഇതിലാണല്ലോ. അപ്പം റിലീജിയനകത്ത് തന്നെ പല ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ നിയമങ്ങൾ പോലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിയമം, നിർഭയ കേസിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം പല റൂറൽ ഏരിയാസ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്, സിവിലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് റേപ്പ് സാധാരണ ഫിനോമിനാണ്. അതുകൊണ്ടാണ് അവിടെ അംഗ നിയമം വന്നത്. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസ ആൾക്കാർ മിസ്യൂസ് ചെയ്യുക.
ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും കുഴപ്പമാണ്, ഒരുപാട് ഡൈവേഴ്സ് കൾച്ചർ, ഡൈവേഴ്സ് റിലീജിയൻ, ഒരു സ്ഥലത്തുനിന്ന് മറ്റേടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് വിഷയം. ആ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് കൾച്ചർ ആയതുകൊണ്ട് മൾട്ടി കൾച്ചറലിസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈലി ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൺട്രിയാണ്. നമ്മളെ യൂറോപ്പ് പോലത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക്. ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഓരോ ജില്ല മാറിയ കൾച്ചർ മാറി ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സോഷ്യൽ നമ്മളിപ്പോ അവിടെ ചെന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഈ സംഭവം കാനഡയിലില്ലേ, അതിലെ കിംലിക്കാണ് ആളുടെ മൾട്ടി കൾച്ചറലിസമാണ്. അവിടെയും ഈ പ്രോബ്ലം നമ്മുടെ ഇന്ത്യയുടെ അത്രയും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ, ഇത്രയും വലിയ കൺട്രി ആയതുകൊണ്ട്. നമ്മൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്യൂ ആണ് ഈ മൾട്ടി കൾച്ചറലിസം എന്ന് വെച്ചാൽ. അതൊരു ഡൈവേഴ്സ് പീക്കിലാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ബേസിൽ ഇവർക്ക് കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ചില ഈ എഴുതി വെക്കാത്ത അൺറിട്ടൺ ലോസ് ഉണ്ട്. സോഷ്യൽ നോംസ് നമ്മൾ പറയത്തില്ലേ, സാമൂഹിക മാനദണ്ഡവും നല്ല കറക്റ്റ് വേർഡ്. ഈ സാധനമുണ്ട്. അതായത് ഇന്ന ഏജ് കല്യാണം കഴിക്കണം, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പാടില്ല, ലേഡീസ് അങ്ങനെ ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, അങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ പാടുള്ളൂ, ആണുങ്ങൾ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, ഇതൊക്കെ മീശ വെക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അൺറിട്ടൺ ആയിട്ടുള്ള സോഷ്യൽ റൂൾസ് ആണ്. ഇതൊന്നും നിയമമായിട്ടില്ല. അപ്പൊ ഈ സാധനങ്ങളിൽ ചില കമ്മ്യൂണിറ്റികൾക്ക് വളരെ വെൽ ഡിഫൈൻഡ് മൊറൽ സിസ്റ്റംസ് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി സിവിലൈസ്ഡ് ആകുന്നുമുണ്ട്. സിവിലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ നോക്കിയാൽ അവരുടെ കമ്മ്യൂണിറ്റി കൾച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആയതുകൊണ്ട് ഇപ്പോൾ ശബരിമല ഇഷ്യൂലും ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ ഒരു തിങ്കിങ്, അവരുടെ പല റിലീജിയൻ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, അവർ അത് വെച്ച് ജീവിക്കട്ടെ. അതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ശബരിമല ഇഷ്യൂയിൽ ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യം, അത് അവരുടെ വിശ്വാസമാണ്. അങ്ങനെ മാറ്റാൻ പോവുകയാണെങ്കിൽ എല്ലായിടത്തും മാറ്റണം, എല്ലാ അമ്പലത്തിലും എല്ലാ പള്ളിയിലും എല്ലാം മാറ്റണം. അത് അവരുടെ വിശ്വാസം വെച്ചാൽ അവർ പോട്ടെ. ഇന്ത്യ സെക്യുലർ കൺട്രിയാണ്. ശബരിമല ഇഷ്യൂൽ നടന്ന സംഭവം അതാണ്. അത് ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ആളുകൾക്ക് ഡാമേജ് ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യാം. ചില ടെമ്പിളിൽ ഇപ്പോൾ ശബരിമലയിൽ പെണ്ണുങ്ങൾക്ക് മോശമാണെങ്കിൽ ചില ടെമ്പിളിൽ പെണ്ണുങ്ങൾക്കാണ് അനുകൂലം, ആണുങ്ങൾക്ക് മോശമാണ്. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് പ്രാക്ടിക്കലല്ല. പിന്നെ അത് ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ട്, അവരത് ജീവിക്കും. പക്ഷെ അത് അവർക്കൊരു ഡേഞ്ചറസ് എന്തെങ്കിലും ഹാംഫുൾ ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യണം. പക്ഷെ സതി പോലെ കാര്യമല്ല വന്നപ്പോൾ രാജാറാമോഹൻ റോയൽ ഇൻവോൾവ് ചെയ്യണം, അങ്ങനത്തെ ഇത് കളയണം. അല്ലെങ്കിൽ അവർ ഓരോരുത്തർ ഓരോ വിശ്വാസം ജീവിക്കട്ടെ. കാരണം ഇന്ത്യ ഇസ് സെക്യുലർ കൺട്രി, പ്രത്യേക റിലീജിയൻ അല്ല. ഐ ഹാവ് എ ഓപ്പോസിങ് പോയിന്റ്. ഇപ്പം നമ്മൾ ഈ മതവിശ്വാസത്തിനും ഈ നമ്മുടെ ഇപ്പോൾ സമുദായം എന്ന് പറയുന്ന സാധനം ഇപ്പം അങ്ങനെ ഇന്ത്യയിലെ എത്നിക് ഗ്രൂപ്പുകളുണ്ടല്ലോ. എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നോർത്ത് ഈസ്റ്റ് മാത്രമല്ല, ഈ ഓൾ ഓവർ ഇന്ത്യ എത്നിക് ഗ്രൂപ്പുകളെ. ഇപ്പൊ ഈ എത്നിക് ഗ്രൂപ്പുകൾക്ക് ആവശ്യമില്ലാതെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ സാമുദായിക നിയമങ്ങളും മത നിയമങ്ങളും പോപ്പുലേഷന്റെ വേണ്ടി അടിച്ചേൽപ്പിക്കുന്നത്. അത് പാടില്ല, അത് പാടില്ല. അവര് പൊളിറ്റിക്സ് അത് പാടില്ല, അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവരുടെ ഈ അൺറിട്ടൺ റൂൾസ്, അവരുടെ ഈ പൊതുബോധം എന്ന് പറയുന്ന സാധനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസിന് എതിരായിട്ടാണ് വരുന്നത്. സോ ദേർ ഈസ് ഓൾവേസ് എ കോൺഫ്ലിക്റ്റ്. പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നാട്ടുപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ, അതാ ഞാൻ പറഞ്ഞ സതി പോലെ കാര്യങ്ങളല്ല, അല്ല അതല്ല പറഞ്ഞില്ലേ, സതി പോലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ആയാലും എൻകറേജ് ചെയ്യരുത്. ഞാൻ പോയിന്റ് പറഞ്ഞു, അത് അങ്ങനത്തെ ആയാലും എൻകറേജ് ചെയ്യരുതാണ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങളുണ്ട്. ഈവൻ ഇയാൾ അംബേദ്കർ പറഞ്ഞത് ഈ ഒരു റോങ് ആൾക്കാർ വന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റോങ് ആയി മാറും. റോങ് ആൾക്കാർ വന്നാലും മാറാത്ത രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. വളരെ ബൾക്കിയാണ്, ബൾക്കി നിയമങ്ങൾ അറിയുപോലുമില്ല. നമ്മൾ സെക്യുലറിസം എന്ന പേര് മാത്രമേ ഉള്ളൂ, ആക്ച്വലി സെക്യുലറിസം ഇല്ല. റിയൽ പ്രാക്ടിക്കൽ വേ ദർ ഇസ് നോ സെക്യുലറിസം. പക്ഷെ പിന്നെ ഇത് എന്താ വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ ആളുകൾ ഇപ്പൊ ബീഫിന്റെ കാര്യമല്ല, മറ്റുള്ള അടുപ്പിക്കേണ്ട ആവശ്യമില്ല, അവരുടെ വിശ്വാസമാണ്. അത് വേറെ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളം കുറച്ചും കൂടി ഇങ്ങനത്തെ സെക്യുലർ ആണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ കുറച്ച് മോശം നോക്കുമ്പോ കേരളം കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡും എല്ലാം കുറച്ചുകൂടെ വെൽ ഡെവലപ്ഡ് ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. വെൽ ഡെവലപ്ഡ് ഒന്നല്ല, ആളുകളുടെ മനസ്സിൽ ഡെവലപ്ഡ് ഒന്നല്ല. പക്ഷെ ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഏരിയ ആണ് ഇത് നല്ല കുറച്ച് മാറിക്കിട്ടെന്ന് പറയാം. നമ്മൾ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ സെറ്റിൽമെന്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നമ്മൾ സിറ്റി എൻവയൺമെന്റ്, ഇപ്പം മുംബൈ, ഇന്ത്യയിലെ ഏറ്റവും കോസ്മോപൊളിറ്റൻ കൾച്ചറുള്ള മുംബൈ, ബാംഗ്ലൂർ, അവിടുത്തെ ഒരു കൾച്ചറിൽ നിങ്ങൾ സമുദായത്തിന്റെ ആളാണെന്നോ മതത്തിന്റെ ആളാണെന്നോ പറഞ്ഞാൽ ഒരു വിലയില്ല. ആർ യു മോഡേൺ, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെയുള്ള ഐഡന്റിറ്റീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈവൻ ഇൻ കൊച്ചിൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്, സഭയുടെ വലിയ ആളാന്നൊക്കെ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യില്ല. സോ വെദർ ആർ യു ഫേമസ്, സെലിബ്രിറ്റി, റിച്ച്,
എന്താ പറയുന്നത്, ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ആർ യു ഗോയിങ് ഇൻ ടു ഗുഡ് റെസ്റ്റോറൻറ്റ്സ്, വിച്ച് ക്ലബ് ആർ യു ഗോയിങ് ഇൻ, അങ്ങനെയുള്ള സോഷ്യൽ ലൈഫ്, കാര്യങ്ങളാണ് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്യുന്നത്. ഡ്രസ്സിങ് ഇതെല്ലാം വരും. നമുക്ക് അവിടെ ആയിട്ട് സെറ്റ് ആയി പോകാനും പറ്റില്ല. അർബൻ ലൈഫ് സ്റ്റൈൽ വരുമ്പം ദാറ്റ് ഈസ് ടോട്ടൽ. പക്ഷേ നമ്മൾ റൂറൽ സെറ്റിങ്സിൽ ഇപ്പോൾ സ്മോൾ ടൗൺസ് വില്ലേജസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളും, അല്ല അവർ ഫാമിലിയുടെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും, അല്ല അങ്ങനെയൊക്കെയുള്ള ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ വാല്യൂസും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ടു ഏരിയ ആൻഡ് സെറ്റിൽമെൻറ്റ് ടു സെറ്റിൽമെൻറ്റ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കേട്ടോ. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാം, ഗാന്ധി പറയുന്ന ആൾക്ക് ഒരു മാസ് സൈക്കോളജി അറിയാം. പുള്ളി ഇവരെല്ലാം യുണൈറ്റ് ചെയ്തു. ഗാന്ധി വെച്ച് പലരും കുറ്റം പറയുമ്പോൾ ഈ ഡൈവേഴ്സ് കൾച്ചറും റിലീജിയനിലും എല്ലാവരും യുണൈറ്റ് ചെയ്ത് ഗാന്ധിയാണ്. അത് ഗാന്ധിക്ക് മാസ് സൈക്കോളജി അറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ കാലത്ത് എല്ലാവരും ഗാന്ധി കുറ്റം പറയുമ്പോൾ ഒരു പോസിറ്റീവ് അതാണ്. ഇപ്പോൾ പൊതുവെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കൾച്ചർ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പറയെങ്കിലും കുറെ കാര്യം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോ എസ്പെഷ്യലി ഇപ്പൊ റാങ്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ജോബ്, ആ ഒരു ജോബില് എനിക്ക് പ്രൊമോഷൻ വേണം, പക്ഷെ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും എത്തിക്കൽ അല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ ആ പ്രൊമോഷൻ പോവാ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒരു പൊളിറ്റിക്സ് അങ്ങനെയും പറയാ. മനുഷ്യരുള്ള അടുത്ത് എല്ലാ ഈ പൊളിറ്റിക്സ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ ഫേവററ്റിസം, നെപ്പോട്ടിസം, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ അതും എത്തിക്സും തമ്മിൽ എങ്ങനെ നമുക്ക് നമ്മൾ എത്തിക്സ് സത്യം പറഞ്ഞാൽ നമ്മളൊരു എത്തിക്സ് ഉണ്ടെങ്കിൽ ഈ പൊളിറ്റിക്സ് വരില്ല. എത്തിക്കലാണെങ്കിൽ ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ മെറിറ്റ് ഉള്ള ആളുകൾ ടോപ്പിലേക്ക് വരിക എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ മെറിറ്റോക്രസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ആളുകൾ പവർ പൊസിഷൻസിൽ വരും. അവിടെ വരുമ്പോഴത്തേക്ക് അവർ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ഉള്ള ആളുകൾ അടിച്ച് പുറത്താക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ ഒരു സ്റ്റാൻഡേർഡ് ലോ ആവും, അത് കൊളാപ്സ് ആവും ഇവഞ്ച്വലി. അപ്പോൾ അത് പല രാജ്യങ്ങളിൽ സംഭവിച്ചു. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ ഈ ബ്ലാക്ക് റിസർവേഷൻ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, കോമ്പിറ്റൻസി കുറഞ്ഞ അല്ലെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ പവർ വരികയും അവർ ഇപ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഒരു ഇന്നലെ പറഞ്ഞത് ഈ മെഡ്രാസില്, ചെന്നൈയില, തമിഴ്നാട്ടില ഇവരെ പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വരുന്ന വേറെ ഒരു സിസ്റ്റം വേണമല്ലോ, അപ്പോൾ മറ്റേ ആൾക്കാരും വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ബാലൻസ് വേണം. അല്ലാതെ ഇവരെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്ത് ഇവർ മാത്രം ബട്ട് ആ അത്രയും ടൈമിൽ, ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ അതുവരെ ടൈമിൽ ആരും ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. മെറിറ്റ് എത്തിക്സ് ഇല്ലാത്ത ആളുകൾ പവർ വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് സിസ്റ്റം അബ്യൂസ് ചെയ്യും. അവിടെ മൊത്തം കറപ്ഷൻ ആവും, റിസോഴ്സ് അടിച്ചു മാറ്റും. മാത്രമല്ല ബാക്കി ആളുകൾക്ക് പൈസ ഇല്ലാതായി പോകും. ദേ വിൽ ഡിസ്ട്രോയ് എവറി ഇൻഡസ്ട്രി. പക്ഷേ എത്തിക്സ് ഒരുപാട് കാണിക്കുന്നവർക്ക് ലൈഫിൽ കൂടുതൽ പരിധിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക, അങ്ങനത്തെ പല പ്രശ്നം വരും. കാരണം ഭയങ്കര എത്തിക്കലായി കഴിഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ബാലൻസിൽ പോകണം. ഇപ്പോൾ ബിസിനസ്സിലെ എത്തിക്സ് പറഞ്ഞാൽ ഭയങ്കര എത്തിക്സ് വേണം. എത്തിക്സുള്ള ബിസിനസ് ലോങ് ടേം നിൽക്കണമെങ്കിൽ എത്തിക്സ് വേണം. എന്ന് പറഞ്ഞ് ഭയങ്കര എത്തിക്കലാകുമ്പോൾ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല. അവർ ബാലൻസ് ചെയ്ത് പോകണം. ബിസിനസ് എത്തിക്സ് അങ്ങനെയാണ്. ഡൂസ് ഡോൺസ് ബാലൻസ്, റൈറ്റ് ആൻഡ് റോങ് ബാലൻസ് ചെയ്ത് പോകണം. എത്തിക്സ് ഇല്ലാത്ത സിവിലൈസേഷൻസ് എല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററി അങ്ങനെ. ഇപ്പോൾ ഏത് സിവിലൈസേഷൻ സർവൈവ് ചെയ്യണേലും, ഇൻക്ലൂഡിങ് എന്താണ് ഒരു പോപ്പുലേഷൻ ആണെങ്കിലും, ഇഫ് ദേ വാണ്ട് ടു കീപ് ദെയർ ലിഗസി ദേ ഹാവ് ടു ബി എത്തിക്കൽ. എത്തിക്സ് ഇല്ലാത്ത സിവിലൈസേഷൻസ്, ഗ്രീക്ക് സിവിലൈസേഷൻ എല്ലാം പോയിട്ടുണ്ട്. ഒരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആണോ ഇല്ല. ഇവിടുത്തെ എഡ്യൂക്കേഷൻ വെച്ച് ആവണോ ഇല്ല. ഇവിടുത്തെ എഡ്യൂക്കേഷൻ വെച്ച് ഉണ്ടാവണമില്ല. എഡ്യൂക്കേഷനും അക്കാഡമിക്സിനും വ്യത്യാസമുണ്ട്. അക്കാഡമിക്സിന് കുറേ മാർക്ക് വാങ്ങിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ പറഞ്ഞാൽ അതല്ല. ഇവിടെ ഇപ്പോൾ IIT കഴിയുമ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു എത്തിക്സും ഇല്ല. അവർ പണത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. ശരിക്കും എഡ്യൂക്കേഷനും അക്കാഡമിക്സിനുള്ള വ്യത്യാസം അതാണ്. ഇവിടുത്തെ ആൾക്കാർ അക്കാഡമിക്കാണ്, പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ല. ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർ അക്കാഡമിക്കാണ്, ലിറ്ററസി പറഞ്ഞത്, പക്ഷേ എഡ്യൂക്കേറ്റഡ് അല്ല. സ്റ്റാറ്റസ് മണി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു ഹ്യൂമൻ ബീങ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ മൊറാലിറ്റി ഉദ്ദേശിക്കുന്നത് ഈ റൈറ്റ് ആൻഡ് റോങ് ആണോ അല്ലെങ്കിൽ ഈ ധാർമ്മികത?
ചാസ്റ്റിറ്റി അല്ല, ഇങ്ങനത്തെ അതല്ല സെക്സ്വൽ അതല്ല. മൊറാലിറ്റി Morality എന്ന് പറഞ്ഞാൽ നമ്മള് റൈറ്റ് ആൻഡ് റോങ് ആണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒരു അല്ല, മൊറാലിറ്റിയുടെ ഡെഫിനേഷൻ പറഞ്ഞാൽ വാല്യൂസ് അല്ലേ, അതല്ല നമ്മള് മൊറാലിറ്റി ഡെഫിനേഷൻ പറഞ്ഞാൽ അതായത് സിറ്റുവേഷനിൽ നമ്മൾ എത്തിക്കലായിട്ട് ഏത് ഡിസിഷൻ എടുക്കണം. അല്ല, മൊറാലിറ്റിയുടെ ഡെഫിനേഷൻ പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ആണ്. അതന്നെ റൈറ്റ് ആൻഡ് റോങ്. ആ ഒരു ലൈക്ക് നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇത് ശരിയാണോ തെറ്റാണോ, അവിടെ ഒരു മൊറാൽ നമുക്കൊരു ഈ ട്രൂ വാല്യൂസ് ഓഫ് ലൈഫ് ഉണ്ടെങ്കിലാണ് ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വാല്യൂ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ, അതായത് മോറൽ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ആക്ഷൻസ് എത്തിക്കലാവത്തുള്ളൂ. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അവിടെ റാഷണാലിറ്റി ഇമോഷൻ രണ്ടും വേണം. റാഷണാലിറ്റി മാത്രമോ ഇമോഷൻ മാത്രമേ ശരിയാവില്ല, രണ്ടും വേണം. എന്നാലേ എത്തിക്കലാവാൻ പറ്റുള്ളൂ. വളർന്നു വന്ന സാഹചര്യത്തെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ ഏത് സൊസൈറ്റിയിലാണ് വളർന്നത്, ആ സൊസൈറ്റിയുടെ വാല്യൂസ് എന്താണ്, അവർ പഠിപ്പിച്ച എത്തിക്സ് എന്താണ്, അപ്പോൾ അതൊക്കെ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചില കുറേ വേണമെങ്കിൽ മാറ്റാം, നമ്മുടെ സിസ്റ്റം പിന്നീട് മാറ്റാൻ പറ്റും, വേണമെങ്കിൽ നമ്മൾ ബോധപൂർവ്വം മാറ്റാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. റാമ്പന്റ് ആണ്. സൈബർ ക്രൈം മാത്രമല്ലല്ലോ, ക്രൈം അല്ല, വയലൻസ് ഭയങ്കര കൂടുതലാണ്. സോ പലരും പല ഒപ്പീനിയൻ ആണ്. ചിലർ പറയുന്നു സിനിമയാണ് ഇഷ്യൂസ്, ചിലർ പറഞ്ഞു മൊബൈൽ ഫോണാണ്, ചിലർ പറഞ്ഞു അവർ വളർന്നു വരുന്ന എൻവിയോൺമെന്റ് ആണെന്നൊക്കെ. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും ഒരു എത്തിക്സുമായിട്ട് എന്ത് റിലേറ്റഡ് ആയി ചെയ്യാൻ പറ്റും. അവർ വളർന്നു വരുന്ന എൻവയോൺമെന്റ് കുറച്ചുകൂടെ ഉള്ള മറ്റേനെക്കാട്ടല്ല. സോ ഇത് എങ്ങനെ നമുക്ക് എത്തിക്സും ഇതുമായിട്ട്, അത് ലോ ആൻഡ് ഓർഡർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ അഭ്യാസം കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ട് സ്കൂൾ ടൈമിൽ അവിടെ എന്താ പറയുന്നത്, ഈ ഫോറിൻ കൺട്രീസിലെല്ലാം ലോസ് വളരെ സ്ട്രോങ് ആണ്, അടി കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് അവിടെ റൈറ്റ് ഓർ റോങ് വെൽ ഡിഫൈൻഡ് ആയിരുന്നു. അപ്പം നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തല്ല് കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് ഇതിന്റെ കോൺസിക്വൻസസ് അറിയാം. ഈ നമ്മളിപ്പോൾ കുഴപ്പം പറയട്ടെ, ഈ പേടിച്ചുകൊണ്ട് കാര്യമില്ല. ഈ സെക്സ്വൽ ആയിട്ട് കാര്യം പോലും ഒരു നിയമം ഉണ്ടാക്കി പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവരത് വേറെ രീതിയിൽ റിലീസ് ചെയ്യും. ഡ്രഗ്സ് നിർത്തിയാൽ അവർ വേറെ റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പേടിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഇവിടെ വേറെ ഫോമിലേക്ക് അത് മാറും. ഇവിടെ പണ്ട് ചാരായം നിരോധിച്ചു, അപ്പോഴേക്ക് വേറെ ആൽക്കഹോൾ വേറെ ഇത് വന്നു. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ല, അങ്ങനെയല്ല. ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യം, ഇപ്പോൾ ആൽക്കഹോൾ ഇപ്പം നമ്മൾ നിരോധിക്കാമെന്ന് വിചാരിച്ചു, ബ്ലാക്ക് മാർക്കറ്റ് ഇതിൻ്റെ ഡബിൾ സെയിൽസ് നടക്കും. നമ്മൾ എന്ത് സാധനം നിരോധിക്കുന്നു, ഇപ്പം നമ്മളിപ്പോൾ ഡ്രഗ്സ് നിരോധിക്കുന്നു, അത് ബ്ലാക്ക് മാർക്കറ്റിൽ അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് വേണം, ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ദാറ്റ്സ് എക്കണോമിക്, ബേസിക് എക്കണോമിക്സ്. അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് ഇതിൻ്റെ സെയിൽസ് കൂടും. അപ്പോൾ കൂടുതൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ആളുകൾ അടിച്ച് കണ്ണും കരളും ഒക്കെ പോകും. അതാണ് ചാരായം നിർത്തിയ പ്രശ്നം. അതാണ് ശരിക്കും പ്രശ്നം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ലൈഫിലെ പ്ലഷേഴ്സ് ഒന്നും ബാൻ ചെയ്യാൻ പാടില്ല. ഇത് എത്തിക്കലായിട്ട് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള ഓപ്ഷനെ അതാണ് വേണ്ടത്. അല്ല ബാനിങ് നടക്കുള്ളൂ. അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് നിർത്തിയിട്ടൊന്നും കാര്യമില്ല, അത് വേറെ ഫോമിലേക്ക് മാറും. ഇപ്പം ഇവിടുത്തെ സൊസൈറ്റിയിൽ കഞ്ചാവ് മുടി വളർത്തിയ ആളുകൾ കഞ്ചാവ്, അപ്പം അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട്. ഇവിടെ താടി വളർത്തിയവൻ കഞ്ചാവ്. അപ്പോൾ ഇതൊക്കെ ഈ സൊസൈറ്റിയുടെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗാണ്. അപ്പോൾ ഇവിടെ വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഗാഞ്ച എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഹെർബ് മെഡിസിനൽ പർപ്പസ് ഉള്ള സാധനമാണ്. ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രി, ഇപ്പോൾ കാനഡ പോലുള്ള കൺട്രിയിൽ ആമസോണിൽ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ വരും. അതാണ് ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിന് അവർക്ക് ഓൾറെഡി ഇത് യൂസ് ചെയ്യാനുള്ള എത്തിക്സ് അവർക്കുണ്ട്, പോളിസി അവർക്കുണ്ട്. നമ്മുടെ കൺട്രിയിൽ ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസാദമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശിവപ്രസാദമാണ് ഭാങ്ങൊക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ അതൊരു പ്രശ്നമില്ല. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് അടിച്ചങ്ങ് നടക്കുകയല്ല. ഇവർക്ക് ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. എക്സാക്ട്ലി. ഇത് ലീഗലൈസ് ചെയ്യാന്ന് വിചാരിച്ചോ, ഇത് യൂസ് ചെയ്യേണ്ട ആളുകൾ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പം പണ്ട് ഈ ഡ്രഗ്സ്, ഞാൻ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ ഈ ഹൈ ക്ലാസിൻ്റെ ഇടയിൽ മാത്രമേ ഈ ഡ്രഗ്സ് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇതിപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ എക്കണോമിക്കലി ലോവർ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും കൂടെ ഈ ഡ്രഗ്സ് ഈസിലി അവൈലബിൾ ആയപ്പോൾ ഇവർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് അറിയത്തില്ല. അവരിത് അങ്ങ് അടിച്ചു കിടന്ന് ഷോ കാണിക്കുക, കിടന്ന് തമ്മി തല്ലുക, പ്രശ്നം ഉണ്ടാക്കുക. ഇതാ ഇവിടെ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം വിവരമില്ലായ്മ തന്നെയാണ്. എന്താ പറഞ്ഞ എല്ലാത്തിലും എഡ്യൂക്കേഷനാണ് ബേസിക്. അത് ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിൽ ഇത് കൊണ്ടുവരാൻ പറ്റും. അടിക്കാൻ അപ്പോ ഒരു ടൈമിൽ അത് ഭയങ്കര വയലൻസ്, ഭയങ്കര ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അത് കൺട്രോൾ ആയത്.
ഇപ്പൊ പലപ്പോഴും ഞാൻ ഇപ്പൊ ഈ നടന്ന ഇഷ്യൂസ് വന്നപ്പോ ഞാൻ കുറെ പോസ്റ്റുകളും കുറെ കമന്റ്സ് ഒക്കെ കണ്ടു, പണ്ടത്തെ പോലെ വരണം എന്നാലും ഇവരൊക്കെ നന്നാവുള്ളൂ എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു ലൈക്ക് ഒരു എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് അഗൈൻസ്റ്റ് എത്തിക്സ്, ലൈക്ക് ഒരു പോലീസ് പിള്ളേർക്ക് ചിന്തിക്കാൻ കഴിവില്ല, പിള്ളേർക്ക് ചിന്തിക്കാൻ കഴിവില്ല. അപ്പൊ അവരെ ഒരു കണ്ടീഷൻ ചെയ്യുകയാണ്, പേരൻസ് അടിച്ചു ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പേരൻസ് പറയുന്ന കാര്യം ശരിയാവണമെന്നില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും, അങ്ങനത്തെ പ്രോബ്ലമുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ട, കുറച്ചുകൂടി പ്രായമാകുമ്പോഴേക്കും അവരെ കൊണ്ട് സ്വന്തമായി ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു പ്രോസസ് അവർക്ക് ചെറുപ്പത്തിലില്ല. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം ഞാൻ 5th തൊട്ട് 8th വരെ ബോർഡിംഗ് സ്കൂളിലാണ്, CMI ടിപ്പിക്കൽ ക്രിസ്ത്യൻ ബോർഡിംഗ് സ്കൂൾ. അപ്പോൾ അത് ഭയങ്കര അന്നത്തെ ഒരു സമയത്ത് ഭയങ്കര ഡിസിപ്ലിനാണ്. നമ്മളെന്ത് ചെറിയ മിസ്റ്റേക്ക് ചെയ്താലും നല്ലപോലെ നമുക്ക് ശിക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഐ ബിക്കം വെരി ഡിസിപ്ലിൻഡ്. നമുക്ക് അങ്ങനെ അച്ഛന്മാർ ഭയങ്കര അടിയായിരുന്നു. പേരൻസിനൊപ്പം വളർന്നും ബോർഡിംഗ് സ്കൂളിനും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് ആ പ്രോബ്ലം ഉണ്ട്. അന്ന് നമുക്ക് വിരോധം തോന്നി. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അന്ന് അവർ ചെയ്ത ശരിക്കും സിവിലൈസ് ആകാൻ വേണ്ടി അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത്. സൈക്കോളജിയിൽ പറയുന്നത്, ഇപ്പൊ മോഡേൺ സൈക്കോളജിയിൽ പറയുന്നത് ഇങ്ങനെ അടിക്കുന്നത് നല്ല കാര്യമല്ല പറയണം. അങ്ങനെ പറ്റത്തില്ല. അവര് ഒരു പൊതുവെ നോക്കുമ്പോൾ ഇന്ത്യൻ പാരൻസും ഫോറിൻ പാരൻസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇന്ത്യൻ പാരൻസിന് അവരുടെ കുറച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് അവര് ഈ നേരത്തെ പറഞ്ഞത് വാട്ട് ഐ തിങ്ക് ഇസ് ഇറ്റ്സ് ട്രൂ. അങ്ങനെ ആ ഒരു തോട്ടിൽ നിന്ന് എന്റെ കുട്ടിയും അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. ഫാമിലി പറയുന്നത് സിവിലൈസ്ഡ് എല്ലാം നല്ലതാണ്, പക്ഷെ ഫാമിലി നാരോ മൈൻഡ് സിസ്റ്റമാണ്. പല ചുറ്റും ഒരു പക്ഷെ അത് എല്ലാവരും അതുപോലെ നല്ല ഫാമിലിയും കുഴപ്പമില്ല, അങ്ങനെ പോകാൻ കുഴപ്പമില്ല. ഇത് ഫാമിലി സിസ്റ്റം ഇന്ത്യയിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ തിങ്കിങ് വരുന്നത്. വളരെ നാരോ വേൾഡാണ്, നാരോ ആയിട്ട് ചിന്തിക്കുന്നത്. നമ്മൾ ആക്ച്വലി വെസ്റ്റേൺ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയും ഫണ്ടമെന്റലി രണ്ട് സ്ട്രക്ചറാണ്. ഇവിടെ കളക്ടിവിസ്റ്റ് സൊസൈറ്റിയും അവർ ഇൻഡിവിജ്വൽ സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇൻഡിവിജ്വലായിട്ട് 16ാമത്തെ വയസ്സിലെ വെസ്റ്റേൺ കൺട്രീസിൽ ആകുന്ന പോലെ നമുക്ക് ആവാൻ പറ്റില്ല. We all are bound by social structures. നടക്കില്ല. ഇവിടെ അങ്ങനെയാണ് ഈ സ്ട്രക്ചർ വന്നേക്കുന്നത്. പിന്നെ നമ്മളെ ബ്രേക്ക് ചെയ്യാൻ പോയാൽ നിങ്ങൾ മിസ്ഫിറ്റ്, റിബൽ, ഔട്ട്കാസ്റ്റ് അങ്ങനെയാണ്. നമ്മുടെ ചെയ്താൻ ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ ലൈക്ക് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ പിന്നീടൊരു ഇഷ്യൂ വരുന്നതാണ് ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന സംഭവം. പലപ്പോഴും പലർക്കും ഇപ്പോഴത്തെ കാലത്താണെങ്കിലും അത് കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പോൾ മെഡിക്കലാണെങ്കിലും പോലീസ് ആണെങ്കിലും എന്ത് ലോയർ എന്തായെടുത്തോട്ടെ ഒട്ടുമില്ല. അപ്പൊ അതും അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവർ യോഗത്തിലെടുക്കും ഡോക്ടേഴ്സ് മറ്റേ, പക്ഷെ അതൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല, ഒരാളും ഫോളോ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ റീസണിങ് ഞാൻ പറയാവേ. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഈ ലോജിക് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ഒരു റീസണിങ് ഉള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റും ഏകദേശം ഒരേ ലോ ലെവലിലാണ്. എന്ന് വെച്ചാൽ ആവറേജ് ഒരു ഇന്ത്യക്കാരൻ്റെ IQ ലോജിക്ക് ഭയങ്കര ലോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോജിക്ക് കുറവാകുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഷോർട്ട് ടൈം തിങ്കിങ്ങാണ്. ഇപ്പം നമ്മൾ ലോങ് ടൈം അതിൻ്റെ കോൺസിക്വൻസസോ അല്ലെ ലോങ് ടൈം അത് ചെയ്യാനുള്ള ഒരു സാധനം ഇവർക്കില്ല. ഇവർക്ക് അപ്പപ്പോ ഉള്ള ടെമ്പററി ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ് ഇവർ നോക്കുന്നത്. അപ്പൊ അങ്ങനെ മാസം അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ പോപ്പുലേഷൻ അങ്ങനെ ചെയ്യാൻ നമ്മൾ ജുഗാഡ് എന്ന് പറയും ഹിന്ദിയിൽ. എവ്രി ഹർ ചീസ് മേ ഹം ജുഗാഡ് കरेंगे. എല്ലാ കാര്യത്തിലും നമ്മൾ ജുഗാഡ് എന്താ മലയാളം പറയും? ഉഡായിപ്പാ, തട്ടിക്കൂട്ടൽ. എന്താ തട്ടിക്കൂട്ടൽ. നമ്മളെല്ലാ പരിപാടിയും തട്ടിക്കൂട്ടത്തില്ലേ? കുറച്ച് നെഗറ്റീവായിട്ട് മീനിങ് ആണ്. കാരണം ഇവിടുത്തെ എൻവയോൺമെന്റിൽ ഇതാണ് വർക്ക് ആകുന്ന ഒരു സംഭവം. അതാണ് ഈ ഫ്രൂഗൽ ഇന്നോവേഷൻ എന്നൊക്കെ ഇന്ത്യൻസ് പറയുന്നത്. ബട്ട് ആക്ച്വലി അത് IQ കുറവായതിന്റെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ലാർജ് സ്കെയിലിൽ ഒരു കൺട്രിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും ലോങ് ടൈം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരാളിൽ നിന്ന് ഇവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കളക്റ്റീവായിട്ട് വരുമ്പോൾ ഈ എല്ലാ ആളുകളും ലോങ് ടൈം ആയിട്ട് ചിന്തിച്ചാലേ ഒരു സൊസൈറ്റിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് നടക്കുന്നെങ്കിൽ നമ്മൾ ഒരാൾ നിന്നിട്ട് നമുക്ക് സൊസൈറ്റി വെല്ലുവിളിക്കുക, നമ്മളെ ആദ്യം വരെ തട്ടും. പക്ഷെ എല്ലാവരും ഇങ്ങനെ സെൽഫിഷ്. ഇപ്പം ഞാൻ വിചാരിച്ചാൽ ഈ ലോകം മാറില്ല എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മാറാത്തത്. എല്ലാവരും ചിന്തിക്കണം, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. എന്താ പറഞ്ഞു ടോപ്പിക്? ഞാൻ പറഞ്ഞു വന്നത് അത് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്സ് ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് ആവുള്ളൂ. അത് കോർപ്പറേറ്റ് വേൾഡ് ആയാലും എവിടെയായാലും, ബാക്കി എല്ലാം വീണു. നമ്മൾ ഇനി ഒരു അടുത്തൊരു സെക്ഷൻ, നമ്മൾ കുറച്ച് കാട് കയറി പോയല്ലേ? ഓക്കെ.
നമ്മളിനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാട് കയറി സംസാരിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോയി കളഞ്ഞു. വി ആർ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്. നമ്മൾ മൊറാലിറ്റിയുടെ പറയുമ്പോൾ എത്തിക്സ് സൈഡിൽ ഫൗണ്ടേഷൻസ് എന്തായിരിക്കും? വാട്ട് കുഡ് ബി ദ ഫൗണ്ടേഷൻസ് ഓഫ് എത്തിക്സ്? എന്നോട് ചോദിക്കുന്ന എനിക്ക് പറ്റില്ല, ഞാൻ ചോദിച്ചു അങ്ങോട്ടാണ്. എത്തിക്സ് ഞാൻ പറഞ്ഞില്ല, അത് ചൈൽഡ്ഹുഡ് ആ ചെറുപ്പകാലത്തെ ഉണ്ടാവേണ്ടതാണ്. അവിടെ ഫാമിലിക്ക് ഒരു ഫാക്ടർ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ ചേഞ്ച് വരുത്താൻ അവനേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഒരുപാട് ചേഞ്ച് വരുത്താൻ അങ്ങനെ സിസ്റ്റം ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാണെങ്കിൽ അത് മതി. ഇവിടെ വെറുതെ നോളജാണ് നോക്കുന്നത്, ഒരു മാനസിക വളർച്ച വരുന്നില്ല. കറക്റ്റ്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സലായിട്ട് ഈ മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യുമല്ലോ, അത് പറ്റില്ല. എല്ലാം സബ്ജക്റ്റീവാണ്, ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. അതല്ല ഇവിടുത്തെ ഇപ്പം ബൊളീവിയ എന്ന സ്ഥലത്ത് ചൈൽഡ് ലേബർ അലൗഡ് ആയി, കാരണം അവിടെ പൂർ കൺട്രിയാണ്. പക്ഷേ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്ത് അനുസരിച്ച് മാറും, കൾച്ചർ അനുസരിച്ച്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു എത്തിക്സ് ഇല്ല, കാരണം ഇന്ത്യയിൽ ഡൈവേഴ്സ് കൾച്ചർ, ഡൈവേഴ്സ് റിലീജിയൻ ആകുമ്പോൾ ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. ആ പേരിൽ റിലേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. റിലേറ്റീവ് ആണ്, അത് ഇൻഡിവിജ്വൽ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്യുമോ അതൊരു സൊസൈറ്റി ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ റിലേറ്റീവ് ആയത്. സൊസൈറ്റി ഇതാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണല്ലോ, യൂണിവേഴ്സലായിട്ട് വരുള്ളൂ. ഇൻഡിവിജ്വലായിട്ട് മാറുമല്ല, ഇൻഡിവിജ്വൽ മാത്രമല്ല ഒരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ പോകും. ഇപ്പം നമ്മൾ പല ആളുകളുടെ ഇങ്ങനെ സബ്ജക്റ്റീവായിട്ടുള്ള ബിലീഫ് വരുമ്പോൾ ഈ നമുക്കൊരു മോറൽ ഡിലിമ ഉണ്ടാവുമല്ലോ. അന്ന് ഒറ്റ കാര്യമുള്ളൂ, അടിച്ചേൽപ്പിക്കുക. നമ്മളുടെ ഇത് മറ്റേ ആളെ അടിച്ചേൽപ്പിക്കുക, അവരുടെ ഇഷ്ടം ജീവിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ജീവിക്കുക. ഈ രണ്ടിനോട് കൂട്ടി കുഴക്കരുത്, കൂട്ടി കുഴക്കുകയും ചെയ്യരുത്, അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. അത് പോസിബിൾ ആണോ? പക്ഷെ അപ്പം അങ്ങനെയാണെങ്കിൽ ഗാന്ധി എങ്ങനെ ഇവരെല്ലാം കൊണ്ടുവന്നു, ഇവരെല്ലാവരും കൊണ്ടുവന്നു. അത് നമ്മളെ ഒരു അത് അവിടെ ഒരു അതിൻ്റെതായ ഒരു എത്തിക്സുമാണ്. മീൻസ് ആളുകൾ കോംപ്രമൈസ് ചെയ്യണം, ഫെനറ്റിക് ആവരുത്. അവിടെ റിലീജിയനിൽ പ്രശ്നം വരും, റിലീജിയൻ വരുമ്പോൾ ഫെനറ്റിക് ആവും. ഇപ്പോൾ ബീഫിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സിസ്റ്റം മറ്റേ എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കണം, അത് നിങ്ങളുടെ ബിലീഫ്. അതൊക്കെയാണ് ഇവിടെ പല ഇടത്തും പ്രശ്നം വരുന്നത്. ഒരാൾക്ക് ബീഫ് കഴിക്കാൻ താല്പര്യം അതിൽ കഴിക്കട്ടെ, ഇല്ലാത്തവർ കഴിക്കണ്ട. ഇത് നിങ്ങളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ പൊതുവെ ഒരു ഇൻഡിവിജ്വാലിറ്റി എല്ലാവർക്കും ഉണ്ട്, അവരുടേതായ സെൽഫ് തോട്ട്സും സെൽഫിഷ് തോട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരിപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. പക്ഷെ ഒരു കോമൺ പ്രോബ്ലം വന്നാല് ഈ ഇഷ്യൂ ഇപ്പൊ ഗാന്ധി ആണെങ്കിലും ഫ്രീഡം വേണം, കളക്റ്റീവ് ഫ്രീഡം വേണം, ഇൻഡിവിജ്വൽ ഫ്രീഡം, രണ്ടും വേണം. ഒരെണ്ണം മാത്രമായി പോരാ. യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമാണ്, ഇവിടെ ആയിക്കഴിഞ്ഞാൽ കളക്റ്റീവ് മാത്രം. അങ്ങനെയല്ല, എല്ലാം കമ്പൈൻ ചെയ്യണം, രണ്ടും വേണം. ആ പറഞ്ഞ ആക്ച്വലി കറക്റ്റായി. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ബിലീഫ് മാത്രമായി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കളക്റ്റീവ് മാത്രമായാലും ശരിയാവില്ല, രണ്ടും കളക്റ്റീവ് മാത്രം ആയി കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയുന്നത്, ഫ്രീഡം ഉണ്ടാവില്ല. ഇൻഡിവിജ്വൽ മാത്രമായി കഴിഞ്ഞാൽ റൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, രണ്ടും വേണം. സമയം ഇൻഡിവിജ്വൽ ഫ്രീഡം കൂടെ അലൗ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് കുഴപ്പമില്ല. ഇപ്പോൾ ഇൻഡിവിജ്വലിസം മാത്രമാണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആരോട് യാതൊരു മോറൽ ഒബ്ലിഗേഷൻസും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് യാതൊരു മൈത്രിയിൽ പോലെ ആൾക്കാർ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആ രീതിയിലാണ് പറയുന്നത്. മൈത്രേൻ അത് ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്ക് അരാജകത്വം അങ്ങനത്തേക്ക് പോകും. ഫിലോസഫിയിൽ കോണ്ടം ഫിലോസഫിയിൽ സ്റ്റാർട്ടർ പറയുന്ന ആളുണ്ട്, ഇവരെല്ലാം ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് റൂൾസ് പോലെ ആൾക്കാർ പറയുന്നത് ഓവറോൾ ഫ്രീഡം പറയണം. ഓവറോൾ രണ്ടും വേണം. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എല്ലാം വേണം. ഇപ്പോൾ ഇൻ്റലിജൻസ് ആയാലും എല്ലാം പലരുടെ കോമ്പിനേഷനാണ്, ഒരെണ്ണം മാത്രമല്ല. നമ്മൾ മോറൽ ഒബ്ലിഗേഷൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് ദർ ആർ ഡിഫൈൻഡ് ഡ്യൂട്ടീസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു സിറ്റിസൺ ഇന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യണം. അപ്പോൾ സമൂഹത്തിൻ്റെ കാര്യത്തിലും ഈ സംഭവമുണ്ട്. ഡു യു തിങ്ക് മോറൽ ഒബ്ലിഗേഷൻസ് ആർ നെസസറി? വേണമല്ലോ, നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യം വേണമല്ലോ. അങ്ങനെ അത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പോലെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെസ്റ്റേൺ കൺട്രീസിൽ അതുണ്ട്, ഇവിടെ ഇന്ത്യയിലല്ല, ഇവിടെ അത് കുറവാണ്. അതുകൊണ്ടാണ് കറപ്ഷൻ മറ്റുള്ള വരുന്നത്. നമുക്ക് നോൺ ഹ്യൂമൻ, അതായത് നമ്മുടെ സ്പീഷീസ് അല്ലാത്ത അല്ല, അതാണ് നാച്ചുറലിസം. നാച്ചുറലിസം എന്നതാണ് ഒരു ബ്രോഡ് മൈൻഡ് കോൺസെപ്റ്റാണ്. മനുഷ്യർ മാത്രമല്ല, പ്ലാന്റ്സും ആനിമൽസും എല്ലാം കമ്പൈൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോഴാണ് ഈ ഇൻഡിവിജ്വൽ മാത്രം, ഈ ഹ്യൂമൻ ബീങ് മാത്രം വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ എൻവയോൺമെൻറ്റ് ഡിഗ്രേഡ് ആയത്. എല്ലാം ഈ പാട്രിയാർക്കിയും ഈ ക്രിസ്ത്യാനിറ്റിയും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മറ്റുള്ള കാരണമാണ് ഈ എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഉണ്ട്. എൻവയോൺമെൻറ്റ് ഇത്രയും ക്ലൈമറ്റ് ചേഞ്ചിൽ ഇത്രയും വരാൻ കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും പിന്നെ ഈ ഹ്യൂമനിസ്റ്റെക്കാട്ടും വേണ്ടത് നാച്ചുറലിസമാണ്. ഹ്യൂമനിസം പറഞ്ഞാൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മൾ മൃഗങ്ങളെക്കുറിച്ച് മറ്റെല്ലാം ചിന്തിക്കുമ്പോഴാണ് ഈ എൻവയോൺമെൻറ്റൽ എത്തിക്സ് വരുള്ളൂ.
ഈ ഇപ്പൊ പൊല്യൂഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് ഡീപ്പ് പറയുന്നത്. എക്കോളജി, സ്റ്റാലോ എക്കോളജി എന്ന് പറയും. അപ്പോൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇതില് ഒരു ബാരിയർ ആവോ ഈ എൻവയോൺമെന്റൽ? ചൈനയിലെല്ലാം രണ്ടും ഉണ്ട്. അർബണൈസും ഉണ്ട്, സെയിം ടൈം നേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. രണ്ടും വേണം. ഞങ്ങൾ ഒരെണ്ണം മാത്രമേ പോലെ. ഇവര് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവിലെ എക്കോസിസ്റ്റം, നമ്മളുടെ എക്കോളജിക്കൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ഏരിയാസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു അതിന്റെ ഒപ്പം തന്നെ പ്രകൃതിയെ നശിപ്പിക്കാതെ നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് ഈവൻ യുണൈറ്റഡ് നേഷൻസിന്റെ പോളിസി പോലും പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ പറയുന്നത്, ഇപ്പോൾ വയനാട് ഒരു എക്കോ സെൻസിറ്റീവ് ഏരിയ, അതുപോലെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. അവിടെ ഒന്നും നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പാടില്ല, പോസിബിൾ അല്ല. കാരണം നമ്മൾ അവിടെ പ്രകൃതിയെ, അതാണ് വയനാട്ടിൽ വെച്ചത്. വയനാട്ടിൽ ആ ഒരു ഗാഡ്കി ഒരു റിപ്പോർട്ടുണ്ട്, അവർ നേരത്തെ പറഞ്ഞു ഇത് എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഏരിയ ആണ്, ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പണ്ടേ പറഞ്ഞാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഈ എങ്ങനെ പോലും ഈ നേച്ചറിന് അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബാലൻസ് നമ്മൾ അതുകൊണ്ടായി ക്ലൈമറ്റ് പ്രോബ്ലം നമ്മളായിട്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് റീ ഓർഡർ ചെയ്യും. ഇവിടെ കേരളത്തിൽ തന്നെ പണ്ട് നാച്ചുറൽ കലാമിറ്റി ഒക്കെ ഉണ്ടാവും. അല്ല, ഇവിടെ കേരളത്തിൽ തന്നെ പണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പൊ ചൂട് തന്നെ ഭയങ്കര ചൂട്, 5 ഡിഗ്രി മഴ തന്നെ ഭയങ്കര മഴ, ക്ലൈമറ്റ് നമ്മുടെ വാട്സാപ്പ് കോണ്ടന്റ് വിളിച്ചിട്ട് അങ്ങനെയല്ലേ, നല്ല ക്ലൈമറ്റ് ഉണ്ടായതുകൊണ്ടല്ലേ, എന്തൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. അത് വെതർ പാറ്റേൺ സ്റ്റാർട്ടിങ് ഇൻഡസ്ട്രി റെവല്യൂഷൻ ആണ്. ഇൻഡസ്ട്രീസ് വന്നപ്പോഴാണ് അതുകൊണ്ട് ജോബ് കിട്ടിയെങ്കിലും അതിൻ്റെ ഒപ്പം ഈ എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ വന്നു. പിന്നെ ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞാൽ അവർ മൃഗങ്ങളെ കൊല്ലുക, അതിനോട് അവർക്ക് പ്രശ്നമില്ല. അതൊക്കെയെല്ലാം ഇങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇനി നമ്മൾ ഈ മോറൽ ക്യാരക്ടർ ഒരു ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഫാമിലിയാണ്. എത്തിക്സ് നമ്മൾ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യും, പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്ത് വരും? ചെറുപ്പം മുതലേ ഉണ്ടാക്കുന്നതാണ്. അതിൽ ഫാമിലിക്ക് റോളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഫോർച്ചുനേറ്റ് ആവില്ല നല്ല ഫാമിലി ഉണ്ടാവാൻ. പക്ഷെ ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു കുട്ടി, ആ കുട്ടീനെ നല്ല രീതിയിൽ വളർത്തി, പക്ഷെ ഫാമിലിയുടെ സൈഡിൽ നോക്കിയാണ്, പക്ഷെ എന്നിട്ടും എന്തൊക്കെയോ റീസൺ കൊണ്ട് ആ കുട്ടി ഇഷ്യൂസിലോട്ട് പോകുന്നു. അപ്പൊ ഫാമിലി നമുക്ക് മുഴുവനായിട്ട് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫാമിലിയിൽ എന്ത് കുഴപ്പമുണ്ടായി കൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. പ്രോപ്പറായിട്ടാണ് വളർത്തി വന്നെങ്കിൽ ഫാമിലി എഡ്യൂക്കേഷനിൽ അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം വരില്ല. ഞാൻ ചില ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള കൺട്രി ഫാമിലിയിലെല്ലാം പിള്ളേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പിള്ളേർ അവർക്ക് ഫ്രീഡം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവസാനം ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഫ്രീഡം കിട്ടുമ്പോൾ അവർ പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം കണ്ടിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഫ്രീഡം ഇല്ലാതെ ഫ്രീഡം ഉണ്ടാകുമ്പോൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഫാമിലിയിലായി ക്രിസ്ത്യൻ ഫാമിലീസിലുള്ള ഭയങ്കര ഭക്തി, അവരുടെ എല്ലാ പിള്ളേർക്ക് അവർ ഫ്രീഡം കിട്ടിയപ്പോൾ അവർ ശരിക്കും പൊളിച്ച് ആയ നാശമുണ്ട്. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരുള്ളവരെല്ലാം മോശമാണെന്നുള്ളൊരു ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ സംഭവമാണത്. കേരളത്തിൽ അടച്ചു വളർത്തപ്പെട്ടവരെല്ലാം ബാംഗ്ലൂരുമായിട്ട് എൻജോയ് ചെയ്യും, പെട്ടെന്ന് ഫ്രീഡം കിട്ടുന്നത്. അല്ല, ആക്ച്വലി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഈവൻ ഫസ്റ്റ് ടൈം വെൻ ഐ വെൻറ്റ് ടു ഡൽഹി ഫോർ മൈ ഗ്രാജുവേഷൻ, നമുക്ക് ആദ്യം ഒരു മറ്റേ എന്താ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പം നമ്മൾ അർബൻ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയാണല്ലോ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് കയറുമ്പോൾ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സൊസൈറ്റിയും അർബൻ സെറ്റിങ്സുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സ് എല്ലാം ആ ഒരു ലെവലിലായിപ്പോയി. പിന്നെ ഇപ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിൽ നിന്ന് തിരിച്ചു വന്ന് കേരളത്തിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ലോക്കൽ സൊസൈറ്റിയായിട്ട് ഫിക്സ് ആവുന്നില്ല. കൾച്ചറലി നമ്മൾ അവരുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ കല്യാണമൊക്കെ നോക്കിയ സമയത്തും ഇത് തന്നെയായിരുന്നു പ്രശ്നം. ഞാൻ 3 പെണ്ണ് പോയി കണ്ടു കേട്ടോ. 2 നാട്ടിലുള്ളതായിരുന്നു. അപ്പോൾ അതങ്ങനെ ഈ റിലേഷനിലൊക്കെ വരുമല്ലോ. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന കൾച്ചറൽ എക്സ്പെക്റ്റേഷനും നമ്മുടെ പേഴ്സണാലിറ്റിയും ഓപ്പോസിറ്റാണ്. പിന്നെ മൂന്നാമത്തെ ഞാൻ എനിക്കത് മനസ്സിലായി. അപ്പോൾ അത് തേർഡ് വൺ വാസ് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ബാംഗ്ലൂർ. പിന്നെ അത് നടക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഇതായിപ്പോയി, സമുദായമായിപ്പോയി. ഞാൻ കാത്തലിക്കും, പുള്ളിക്കാരി ഈ മർത്തോമ, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അവർ ഈ ഒരു റിലീജിയസ് കസ്റ്റംസ് കൾച്ചറൽ ക്ലാഷ്. എനിക്ക് പ്രശ്നമില്ല, അവർക്കാണ് ഇതൊക്കെ. ഒരു കൺസർവേറ്റീവ് ഫാമിലീസിന് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലായപ്പോൾ ബേസിക്കലി റീജിയനിൽ പറയുമെങ്കിലും മനപ്പൊരുത്തൽ സംഭവം ഉണ്ട്. ഇപ്പോൾ ഈ KR നാരായണൻ കല്യാണിച്ച ആള് ബർമ സ്ത്രീയാണ്. ഇപ്പോൾ മറ്റേ രാജീവ് ഗാന്ധി കല്യാണിച്ചത് സോണിയാഗാന്ധി, ജയശങ്കർ കല്യാണം കഴിച്ച ജാപ്പനീസ്. അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ഇതിൽ വരുമ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയിലാണ്, ഓരോ റിലീജിയനാണെന്ന് പറയുമ്പോൾ ബേസിക്കലി അവരൊരു മനപ്പൊരുത്തമാണ്. അതുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഇന്റർകാസ്റ്റ് മാരേജിൽ ആൾക്കാർ പറയും ഇന്ന സ്ഥലത്ത് ഈ ലോക്കൽ ഏരിയയിൽ കല്യാണിക്കണം, അല്ലെങ്കിൽ ഇന്ന റിലീജിയനിൽ കല്യാണിക്കണം. അതെനിക്ക് തോന്നില്ല, മനപ്പൊരുത്തമാണ് വേണ്ടത്. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്.
അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സിമിലാരിറ്റിക്ക് വേണ്ടിയാണ് ഇവർ പറയുന്നത്. പക്ഷേ എല്ലാ ആളുകളുടെ കേസിൽ അത് വർക്കാകത്തില്ല. സബ്ജക്റ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ ഇതാ പ്രശ്നം പറ്റിയേക്കുന്നത്. എനിക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ മാരി ചെയ്യാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. കാരണം ഇത് പ്രശ്നമാണ് ഇവിടെ. നമുക്ക് ഈ കൾച്ചറോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാം. അപ്പോൾ നമുക്ക് എപ്പോഴും പുറത്തുള്ള NRIs അങ്ങനെയുള്ളവരെ മാച്ച് ആവത്തുള്ളൂ. ചില ആൾക്കാർക്ക് ചില കമ്മ്യൂണിറ്റി മാത്രമേ. എൻ്റെ ഫാദറിനെ ഞാൻ കണ്ട ക്വാളിറ്റിയാണ്. പുള്ളി ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടും അന്ന് ഒട്ടും എഡ്യൂക്കേഷൻ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഇത് വേണം. ചിലർക്ക് ചില ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ അതാണ് ഗാന്ധിയിൽ പറഞ്ഞതാണ്, എല്ലാ ആൾക്കാരായിട്ടും എല്ലാ ലെവലിലുള്ള ആൾക്കാരായിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ചിലർക്ക് അത് പറ്റില്ല. നമ്മുടെ സൊസൈറ്റി എല്ലാ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന 3-4 കാറ്റഗറി ആളുകളെ ഞാൻ കാണുന്നു. ഒന്ന് ഈ പള്ളിയിൽ അച്ഛന്മാർ, അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, പിന്നെ പൊളിറ്റീഷ്യൻസ്, പിന്നെ കുറേയൊക്കെ ടീച്ചർമാരെല്ലാ ടൈപ്പ് ആളുകളായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ആരും അങ്ങനെ എല്ലാ ആളുകളോടും ഒരേ രീതി ഇടപെടുന്നില്ല. ഇവിടെ എല്ലാം ഈ എന്താ റിലീജിയസിന് കുറച്ചും കൂടി ബാരിയേഴ്സ് പറ്റില്ലേ? ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിത്തെ ആൾക്കാരല്ലെങ്കിൽ അധികം മിണ്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില അവിടെ ഭയങ്കര ഡിവിഷൻ ആളെ കല്യാണിക്കാൻ പറ്റില്ല. ഐ തിങ്ക് കുറച്ചും കൂടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടെ പിന്നെയും കോമൺ ആയിട്ട് ഇടപഴകുന്നത്. റിലീജിയസ് വരുമ്പോൾ മിക്കപ്പോഴും എന്റെ റിലീജിയനിൽ പെട്ട ആളല്ല, സോ അധികം മിങ്കിൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു തോട്ട് ചില എല്ലാവർക്കും ഉണ്ടെന്നല്ല. ഞമ്മന്റെ ആളല്ല ഇടപെടണ്ടാവും അല്ലേ? അത് ഇതെന്താ പറയുക, ഇവിടെ നമ്മൾ വേറെ ഇപ്പൊ അർബൻ സിറ്റികളിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ കുറച്ചുകൂടെ മിക്സ് ആയിട്ട് ജീവിക്കുന്നവർ. അവിടെ ഈ റിലീജിയൻ ഇങ്ങനത്തെ ഐഡന്റിറ്റീസ് വർക്ക് ചെയ്യുന്നില്ല. അവിടെ സോഷ്യൽ ക്ലാസ്സാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഏത് ഏരിയയിൽ, ഇപ്പം നിങ്ങൾ ജൂഹു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കൊച്ചിയാണെന്നുണ്ടെങ്കിൽ പനമ്പള്ളി നഗറിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പോഷ ആളുകളാണ് ജീവിക്കുന്നത്. കാക്കനാട് പോയി കഴിഞ്ഞാൽ IT ക്രൗഡാണ് കൂടുതലുള്ളത്. ആലുവ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ. കളമശ്ശേരി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആറാട്ടണ്ണന്റെ ഞാൻ ആറാട്ടൻ പറഞ്ഞ കളമശ്ശേരി മാത്രമൊന്നല്ല, ലോകം മുഴുവൻ മലയാളീസിന് അറിയാം. അല്ലാതെ കളമശ്ശേരി മാത്രമൊന്നല്ല. അലഞ്ചി ഹോസ്പിറ്റലിലെ ആറാട്ടനെല്ലാം ഒരു പ്രത്യേക ഏരിയ ഒന്നും ഇല്ല. അങ്ങനെ ലോകം മുഴുവൻ മലയാളീസിന് അറിയാം. ഞാൻ പറഞ്ഞത് എന്താ അറിയോ, അപ്പോൾ ഈ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഏരിയ അനുസരിച്ചിട്ട്, സെറ്റിൽമെന്റ് അനുസരിച്ച് സോഷ്യൽ ക്ലാസ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ ബാക്കി ഐഡന്റിറ്റീസ് വർക്ക് ചെയ്യത്തില്ല. ഈ അർബൻ സെറ്റിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് അതാണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ സമയം ചെറിയ ടൗൺസിൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇവർ മിക്സഡ് ആണ്. മനസ്സിലായി? ഇപ്പം മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അസൂയ, അങ്ങനെയുള്ള മറ്റാളുകളുടെ കാര്യങ്ങൾ. അവിടെ എത്താനുള്ള ഒരു അതെന്തുകൊണ്ടാണ് വരുന്നത് അറിയോ? നമ്മൾ ജീവിക്കുന്ന സെറ്റിൽമെന്റിന്റെ പ്രശ്നം കൊണ്ടാണ്. ഇവിടുത്തെ മജോറിറ്റി വരുന്ന സെറ്റിൽമെന്റ് ചെറിയ വില്ലേജുകളും ചെറിയ ടൗൺസും അത്യാവശ്യം വലുപ്പമുള്ള ടൗൺസുമാണ്. ഇവിടുത്തെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഇവര് മിക്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളും മിക്സ് ആയിട്ട് ഒരു ഏരിയയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കാശുള്ള ഒരാള്, പിന്നെ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ ഇവരെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഏരിയ ജീവിക്കുമ്പം ഒരാള് ഇവര് കമ്പാരിസണും കോമ്പറ്റീഷനും അവിടെ നടക്കുന്നത്. ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ അപ്പുറത്ത് അയലോകത്ത് താമസിക്കുന്ന ആള് പൂറാണെന്നുണ്ടെങ്കിൽ അവന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഞാൻ ചലഞ്ച് ചെയ്യുക. അവൻ എന്നോട് സ്കൂളുകളിലെ യൂണിഫോം എല്ലാവരും ഒരേ ഡ്രസ്സ്. അതുകൊണ്ട് യൂണിഫോം നമ്മൾ പഠിക്കുന്നത് ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു കാറ് മേടിച്ചാൽ അയലോക്കത്തുള്ള ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്താണ് ആലോചിച്ച് നോക്കുക. ആ സൈക്കോളജി വേറെ കാര്യമുണ്ട്. ഈ പോവർട്ടിയിലുള്ള വരുന്ന പിള്ളേർക്ക് പഠിക്കാനുള്ള പഠിക്കണമെന്ന് ആഗ്രഹം അങ്ങനെയെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ഇമിറ്റേഷനും കൂടുതലല്ലേ? ലൈക്ക് ഇപ്പോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല ഡ്രസ് ഇട്ടാല്, അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ മേടിച്ചു, കുട്ടികളായാലും പുതിയ ഫോൺ, അയ്യോ അവന്റെ ഐഫോൺ ആണ്, എന്റെ ആൻഡ്രോയിഡ് ആണ്, അങ്ങനെ ഒരു കമ്പാരിസൺ ഇമിറ്റേറ്റ് ചെയ്യാൻ വരുന്നേ. ഇവര് ഡിഫറെന്റ് സോഷ്യൽ ക്ലാസ് ആയതുകൊണ്ടും ഡിഫറെന്റ് എക്കണോമിക് സിറ്റുവേഷൻ ഉള്ള ആളുകളായതുകൊണ്ട് ഒരു സ്ഥലത്ത് പഠിക്കുന്നുണ്ടേ പ്രശ്നം. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിലും അവര് ഐഫോൺ ഉണ്ടെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നം എനിക്ക് ആദ്യം റിയലൈസ് ചെയ്തില്ല. ഞാൻ ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് ഈ മലയാളികൾക്ക് അസൂയയും കുശുമ്പും ഈ പ്രശ്നം കൂടുതലുള്ളത്. ഇവർ ജീവിക്കുന്ന സിറ്റുവേഷൻ കൊണ്ടാണ്. ഈ കമ്പാരിസൺ വരുമ്പോൾ ഇവർക്ക് ആങ്സൈറ്റിയാണ്. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ എന്താ പറയുന്നത്, സ്ട്രെസ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഫാമിലി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അയലോക്കത്തെ ചേട്ടൻ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ചേച്ചിക്ക് പ്രശ്നമാണ്. ചേച്ചി അവരുടെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കും. എന്നുവെച്ചാൽ
ഇങ്ങനെ എന്താ കറക്റ്റ് പറയുക, ഇറിറ്റേറ്റ് ചെയ്യും. നിങ്ങൾ കണ്ട ആൾ മേടിച്ചില്ല, നിങ്ങളെ കൊണ്ട് വല്ലതും കൊള്ളുവോ. അപ്പോൾ ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസും ആ മാൻഹുഡും ചലഞ്ച് ചെയ്യപ്പെടുക. ഈ പ്രശ്നമാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ഇത് ലാർജ് സ്കെയിലിൽ നടക്കുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആലോചിക്കും. ഇപ്പോൾ നല്ല ഡ്രസ്സ് ഇടുന്നവരോട് അസൂയ, നന്നായിട്ട് ഫിറ്റ്നസ് ഉള്ള ആളുകളോട് അസൂയ, നല്ലതായിട്ട് ജീവിക്കുന്ന ആളുകളോട് അസൂയ. എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം വേറെ സ്റ്റേറ്റുകളിൽ കുറവാണ്. കാരണം അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ബേസിക്കലി ജലസി വെച്ച് പറയുകയാണെങ്കിൽ സ്നേഹമുള്ളിടത്ത് ജലസി ഇല്ല. നമുക്ക് ഇപ്പം നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ പേരൻസിനോട് ജലസി വരുമോ? ഉണ്ടാവില്ല. അത് നമുക്ക് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. കുറച്ച് നേരം വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മളുടെ അങ്ങനെ വരുമ്പോഴാണ് ജലസി വരുന്നത്. സ്നേഹമുള്ളിടത്ത് ജലസി ഇല്ല. ഓക്കെ, ചേട്ടാ ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിലോസഫിയിൽ എത്തിക്സിൽ മെയിനായിട്ട് 3 സബ് ബ്രാഞ്ച് വരുന്നുണ്ട്. ഒന്ന് എന്താ പറയുക, അപ്ലൈഡ് എത്തിക്സ്, മെറ്റാ എത്തിക്സ്, നോർമറ്റീവ് എത്തിക്സ്, അപ്ലൈഡ് എത്തിക്സ്. ഈ 3 എണ്ണമാണ് മെയിനായിട്ട് വരിക. അപ്ലൈ എത്തിക്സ് ബയോ എത്തിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് അപ്ലൈ ചെയ്യുന്നത്. അനിമൽ എത്തിക്സ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മെറ്റാ എത്തിക്സ് പറഞ്ഞാൽ അനലിറ്റിക് ഫിലോസഫിയിൽ വരുന്നതാണ്. മെറ്റാ അനലിറ്റിക്കൽ പറയും. അത് തിയററ്റിക്കലായിട്ട് വരുന്നതാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് വരുന്നതാണ് നോർമറ്റീവ് എത്തിക്സ്. ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ എത്തിക്സിൽ വരുന്നുണ്ട്. കാറ്റസ്ട്രോഫി എത്തിക്സ് കുറേ അങ്ങനെ കുറേ വരുന്നുണ്ട്. ലാൻഡ് എത്തിക്സ് ഉണ്ട്, അനിമൽ എത്തിക്സ്. ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ പീറ്റർ സെങ്കർ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അനിമൽ എത്തിക്സിനെ കുറിച്ച് പറയാൻ. പിന്നെ അതേപോലെ ഡീപ്പ് എക്കോളജി, ഷാലോ എക്കോളജി, എൻവയോൺമെൻറ്റൽ എത്തിക്സ്, കുറേ എത്തിക്സ് ഉണ്ട്. ഈ 3 എണ്ണം നമുക്ക് കേരളത്തിൻ്റെ സോഷ്യൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെ ഇരിക്കും? Can you give us some examples? കേരളത്തിലോ? കേരളത്തിലല്ല, യൂണിവേഴ്സിറ്റി നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ സ്റ്റോയിസിസവും നാച്ചുറലിസവും എല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റോയിസിസം അതായത് ഈ ഭയങ്കര ഇമോഷണൽ ആവാതെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സിനിസിസം പറഞ്ഞാൽ ഭയങ്കര നാരവും ഭയങ്കര ലിബറലായ എപ്പിക്യൂറിയസിന് ഇടയിലാണ് ഈ ഇത് വരുന്നത്. സ്റ്റോയിസിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സന്തോഷത്തിന് ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ ദുഃഖത്തിന് ഭയങ്കര ദുഃഖം, അങ്ങനെ സ്റ്റോയിസിസം. അപ്പോൾ അതിൻ്റെ കുറേ ബുക്കുകളിൽ ഇറങ്ങുന്നുണ്ട് സ്റ്റോയിക് മൈൻഡ് സെറ്റിൽ പറഞ്ഞു. എത്തിക്സ് യൂണിവേഴ്സിറ്റി എത്തിക്കായിട്ട് എന്തുണ്ടോ എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി എത്തിക്ക് ഇല്ലായിരിക്കും പറഞ്ഞാൽ. എല്ലാം റിലേറ്റീവാണ്, ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒബ്ജക്റ്റീവാണ്, പക്ഷെ ഓവറോൾ സബ്ജക്റ്റീവാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒബ്ജക്റ്റീവാണ്, പക്ഷെ ഓവറോൾ സബ്ജക്റ്റീവാണ്. ആ ലോജിക്കും അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള ലോജിക്ക് ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഒബ്ജക്റ്റീവാണ്, പക്ഷെ ഓവറോൾ നോക്കിയ സബ്ജക്റ്റീവാണ്. പലതരത്തിലുള്ള ലോജിക്ക് ഉണ്ട്. എത്തിക്സും അങ്ങനെ തന്നെയാണ്. അതെ, കേരളത്തിന്റെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മോറൽ ഫാബ്രിക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവരുടെ എഡ്യൂക്കേഷൻ എത്തിക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലാണ് ചേഞ്ച് വരുത്തുന്നത്. ഇവിടുത്തെ ആൾക്കാർ എഡ്യൂക്കേറ്റഡാണ്, പക്ഷെ ഇവർ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നില്ല, വിശകലനം ചെയ്യുന്നില്ല. അതിൻ്റെതായ കുഴപ്പമുണ്ട് പല കാര്യം. പിന്നെ അത് മാത്രമല്ല, കുറച്ചൊരു ഫ്രോഡ് പരിപാടികളുണ്ട്. ഇവർ ഉറങ്ങുന്നവരെക്കാട്ടും ഉറക്കം നടിക്കുന്നവരാണ്. ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്തി, ഇവർ ഉറക്കം നടിക്കുന്നവരാണ്. ഇവർക്ക് ആകെ സെൻസിറ്റിവിറ്റി ഉള്ള മണിയോട് മാത്രമേ ഉള്ളൂ മലയാളീസിന്. വേറെ ഒന്നുകൂടെ അവർക്ക് ആത്മാർത്ഥത ഇല്ല. ഇവിടെയാണ് എത്തിക്സ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട സ്ഥലം. ആളുകൾ കുറച്ചുകൂടി നല്ലൊരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം. ഇവിടെ വേറൊരാൾ പറ്റിച്ച് ജീവിക്കുക ക്രൂക്കഡ്നെസ് ആണ്. ഇപ്പോൾ പൊളിറ്റീഷ്യന്മാരുടെ വളരെ ക്രൂക്കഡാണ്. അപ്പോൾ ഞാനതാ ചോദിച്ചത്, രാജ്യസ്വാമി പറഞ്ഞ ആൾ ഇത്രയും അക്കാഡമിബിളിൻ്റെ ആൾ, അയാൾക്കാണ് ബുദ്ധി അല്ലെങ്കിൽ അയാൾ ഒതുക്കിയ രാഷ്ട്രീയക്കാർക്കാണ്? ക്രൂക്കഡ്നെസ്സിനാണ് ഇപ്പോൾ ബുദ്ധിയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ബ്രില്യൻ്റായ രാജ്യസ്വാമിയാണ് ഇൻ്റലിജൻ്റ്, അല്ലെങ്കിൽ അയാൾ ഒതുക്കിയ ഈ ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത രാഷ്ട്രീയക്കാർ, ക്രൂക്കഡ്നെസ് ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരാണ് ഇൻ്റലിജൻ്റ്. ക്രൂക്കഡ്നെസ്സിനെയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ആയിട്ട് പറയുന്നത്. അതൊരു ഇൻ്റലിജൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ക്വാളിറ്റിയുള്ള ആൾക്കാരെല്ലാം വിട്ടുപോയി. ഇവിടെ മുഴുവൻ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ കമൻറ്റ്സ് കാണില്ലേ, ഇവിടെ ക്വാളിറ്റിയുള്ള ആൾക്കാരില്ല. ഇവിടെ മുഴുവൻ ഫ്രോഡുകൾക്ക് ജീവിക്കാം, വേറെ ആളെ പറ്റിച്ച് ജീവിക്കാം. നമ്മൾ ഈ 100% ലിറ്ററസി അവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എത്തിക്സ് വേണ്ടതാണ്. ഇവിടെ എത്തിക്സ് സംഭവമില്ല ഒരു ഫീൽഡിലുള്ള. എല്ലാവർക്കും മണി മാത്രം കിട്ടിയാൽ മതി. ഈ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആവുന്ന പ്രശ്നം ഇതാണ്. അപ്പോൾ ഈ ലിറ്ററസി ഇവിടെ ഇതാണ് കറപ്ഷൻ വേണമെങ്കിൽ കറപ്ഷനിൽ ക്രൂക്കഡ്നെസ് ആണ്. ഇവിടെ ഈ വേറൊരാളെ പറ്റിച്ച് ജീവിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇത്രയും ലിറ്ററസി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവർക്കും 10ാം ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നില്ല, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. എഡ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്ററാണ്.
അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യാൻ അറിയേണ്ട ഒരു കാര്യം. ലിറ്ററേറ്റ് ചാപ്രീസ് ഇവരെ വിളിക്കുന്നത് ഇന്ത്യൻ ഞാൻ വിളിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ലിറ്ററേറ്റ്. ബേസിക് എഡ്യൂക്കേഷൻ നോളജ് ഉണ്ട്, പക്ഷെ അത് അപ്ലൈ ആപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. ലെവൽ അപ്ലൈ അറിയില്ല. അപ്ലൈ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ നോളജ് ഒരു ഗുണമില്ല. അത് അപ്ലൈ അറിയണം. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ലോകത്തെ എല്ലാ നോളജും നമുക്കറിയാം. സ്വന്തം ലൈഫ് പരാജയമാണ് എന്താ കാര്യം ചോദിക്കുന്ന പോലെ അത്. ഈ പല എക്സാംസ് പോലും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന എക്സാംസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയണം. അല്ലാതെ പറ്റില്ല. അണ്ടർസ്റ്റാൻഡിന് മാത്രം പോരാ, അപ്ലൈ ചെയ്യാൻ അറിയണം. ഞാൻ പല എൻട്രൻസിൽ ചെയ്യുമ്പോൾ ആൾക്കാർ വലിയ വലിയ ബുക്കുകൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആക്കുക, ആ എക്സാമിൽ വെച്ച് നമ്മൾ അനാലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം, അത് മതി. അങ്ങനെയാണ് പല എക്സാംസും നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷേ എത്തിക്സ് കേരളത്തിൽ ഒട്ടുമില്ല. അപ്പം നിലവിൽ ഒട്ടുമില്ല. അപ്പോൾ നമ്മളുടെ ഈ എത്തിക്സിൻ്റെ ഇവൻ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഹോസ്പിറ്റലിൽ എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്? ഒരു ഏറ്റവും കൂടുതൽ എത്തിക്സ് വേണ്ട മെഡിക്കൽ ഫീൽഡിലാണ്. ഇപ്പോൾ എല്ലാവരും സിനിമയെക്കുറിച്ചുള്ള മോശം പറയും. സിനിമയിലെല്ലാം പരസ്യം കൊണ്ടാണ്. എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ എല്ലാ ഫീൽഡും കോർപ്പറേറ്റിന് കീഴിലാണ്. കോർപ്പറേറ്റിനാണ് ഏറ്റവും കൂടുതൽ എത്തിക്സ് വേണ്ടത്. അവർക്ക് എത്തിക്സ് ഇല്ല. എല്ലാ ഫീൽഡും എഡ്യൂക്കേഷൻ, മെഡിക്കൽ ഫീൽഡ് എല്ലാം ഇപ്പോൾ കോർപ്പറേറ്റിന് കയ്യിലായില്ലേ. പക്ഷെ നമുക്ക് സിനിമയിൽ പോലെ കാര്യങ്ങളൊക്കെ എത്തിക്സ് ഇല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മെഡിക്കലിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജീവൻ വെച്ച് കളിക്കുന്നത്. ഇവിടെ ഓരോ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എത്തിക്സ് ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് യൂണിവേഴ്സിറ്റിയിലായിട്ട് വരാൻ പോവുകയാണ്. അവിടെ എത്തിക്സ് ഇല്ലെങ്കിൽ പ്രശ്നമാവും. എന്തായാലും പ്രശ്നമാവും. നമ്മൾ എത്തിക്സിൽ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം തീർന്നു. യു ക്യാൻ കൺക്ലൂഡ്. എത്തിക്സ് ആണ് ഗ്രീക്ക് വേർഡ് വരുന്നത്. എത്തോസ് എന്ന വേർഡിനെ വരുന്നത്. കോൺടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷൻ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ അത് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലെവൽ എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡിസ്കഷനും അതിന്റെ കുറെ ടേംസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാം. ഇവ 3 മണി സിനിമ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയത്. കാരണം ഇപ്പോഴത്തെ പല യൂത്തിൻ്റെ വിചാരം നമ്മൾ വളരെ മാനിപ്പുലേറ്റീവായി ക്രൂക്കഡായിട്ട് അങ്ങനെ പോയാൽ വിജയിക്കാൻ പറ്റുമോ? അത് റോങ് തിങ്കിങ് ആണ്. കാരണം ലോങ് ടേമിൽ എത്തിക്സ് വർക്കൗട്ട് ആവുള്ളൂ. ഈവൻ കോർപ്പറേറ്റ് വേൾഡിലാണ് പോലും ആ ഒരു തിങ്കിങ് വന്നാൽ തന്നെ എല്ലാം ശരിയായി. പക്ഷെ അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഈ നമ്മൾ അൺഎത്തിക്കലായി കഴിഞ്ഞാൽ പെട്ടെന്ന് വിജയങ്ങളുണ്ടാവും. പക്ഷെ ലോങ് ടേം നിൽക്കില്ല. മറ്റേ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അവസാനം എത്തിക്സേ നിൽക്കുള്ളൂ. പറഞ്ഞ പോലെ തന്നെ ബി എത്തിക്കലായി തിങ്ക് ചെയ്യണം. ഓവർ എത്തിക്കലല്ല, ഒരു കോംപ്രമൈസ് ചെയ്ത് പോകണം. നമ്മുടെ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തു, പല പല ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, പല പല ടേംസ്. ലൈക്ക് നമുക്ക് എന്തായാലും ഈ ജാർക്കൻസ് ഒന്നും അറിയത്തില്ലല്ലോ, ഫിലോസഫിയും എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയതാ. കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതാണ്. വെറും ടെക്നിക്കൽ ആയിട്ടല്ല, ബുക്കിഷ് ആയിട്ടല്ല, ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന പോലെ സംസാരിച്ചതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് കേൾക്കുന്നവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. Of course, I would like to thank this opportunity to Mapstick Media. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടും നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ആൻഡ് സത്യം പറഞ്ഞാൽ പുള്ളിയോട് ഒരു താങ്ക്സ് പറയണം കേട്ടോ. എനിക്കാണേലും ഫിലോസഫിയുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് ഈ പുള്ളിയായിട്ട് സംസാരിച്ച് തുടങ്ങിയാൽ പറ്റിയ. കാരണം പുള്ളി പറയുന്നത് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. നൗ ഐ ആം ഓൾസോ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഫിലോസഫി. ഫിലോസഫി ജനറലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഫിലോസഫി ഉണ്ടായത് ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ട്. ഇത്രയും ബ്രോഡ് ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് ഇല്ല. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് സെർച്ച് ഫോർ ട്രൂത്ത്, സത്യത്തിന് അന്വേഷണമുണ്ട്. കള്ളന്മാരിത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ സബ്ജക്റ്റിലും എല്ലാ ലൈഫിലും എല്ലായിടത്തും ഫിലോസഫി. എത്ര ആപ്ലിക്കേഷൻ വരുന്ന വേറെ സംഭവമില്ല. ഇത് ഭാവിയിൽ എനിക്ക് പോപ്പുലറൈസ് ചെയ്യണമുണ്ട്. കുറച്ചുകൂടി വായിച്ചിട്ട് ചില ബുക്സിൽ എഴുതി. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല ഈ ബ്രീഫ് ഹിസ്റ്ററിയോടെ കോസ്മോളജി പോപ്പുലറൈസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. കൂടുതൽ ആൾക്കാർ അറിയണം. ഇത് സൊസൈറ്റി വന്നാൽ തന്നെ ഒരുപാട് ചേഞ്ച് വരും. ഞാൻ എഡ്യൂക്കേഷൻ ശരിയാക്കണം. അതുപോലെ എഡ്യൂക്കേഷൻ തന്നെ ഫിലോസഫി തന്നെ ഒരുപാട് ചേഞ്ച് വരുത്താം. അപ്പോൾ ആഗ്രഹം നടക്കട്ടെ അല്ലേ? I wish him all the best. Thank you so much. Thank you.